ഹായ് മക്കളെ, ലീഡ്സ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ സോഷ്യലിലെ അതായത് നമ്മുടെ ഹിസ്റ്ററിയിലത്തെ 6ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോണത്. 6ാമത്തെ ചാപ്റ്റർ പേരെന്താണ്? ഫ്രം ദി ചോളാസ് ടു ഡൽഹി. നമ്മൾ 3ാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു ലാൻഡ് ഗ്രാൻഡ്സ്. അതിൻ്റെ ഒരു തുടക്ക ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത്. നമ്മൾ അതിൻ്റെ ഭാഗം തൊട്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം പഠിക്കുന്നത്. അപ്പം നമുക്ക് ആരാണ് ചോളാസ് എന്ന് നോക്കാം. അതായത് 9ാം നൂറ്റാണ്ട് മുതൽ 13ാം നൂറ്റാണ്ട് വരെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ് ചോളാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതായത് നമ്മുടെ തമിഴ്നാട്, തഞ്ചാവൂരിലെ തമിഴ്നാട് ആ ഒരു ഭാഗത്താണ് ചോളാസ് എന്ന് പറയുന്നവരുള്ളത്. അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? ചോളമണ്ഡലം. കണ്ടോ, ചോളമണ്ഡലമാണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇവിടെ കണ്ടോ, നോട്ട് ചെയ്തോ, ചോളമണ്ഡലം. ഹെഡ് ക്വാർട്ടേഴ്സ് ഏതെന്നൊക്കെ ചോദിക്കും. തഞ്ചാവൂരിൽ, അതായത് നമ്മുടെ തമിഴ്നാട് തഞ്ചാവൂരിൽ ചോളമണ്ഡലമാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നെ അതായത് പല്ലവ രാജവംശത്തെ തോൽപ്പിച്ചിട്ടാണ്, ഡിഫീറ്റും ചെയ്തിട്ടാണ് എന്ന് പറയുന്നത് നമ്മുടെ ചോളാസ് അധികാരത്തിൽ വന്നത്. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്തേ. ഇവർ കൂടുതലായിട്ടും അതായത് സൗത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലായിരുന്നു ചോള കിങ്ങുകൾ. അതായത് അവരുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാവേരി റിവർ വാലിയിലായിരുന്നു കൂടുതലായിട്ടും ലൊക്കേറ്റ് ചെയ്തത് ചോളാസ് എന്ന് പറയുന്നത്. ഇതാണ് ഇവരെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. അതായത് മെയിനായിട്ട് ചോളാസ് എന്ന് പറയുന്നത് അവർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റിന് കൂടിയായിരുന്നു. അതായത് മെയിനായിട്ടുള്ള ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആയിരുന്നു. അതായത് അഗ്രികൾച്ചർ ഡെവലപ്മെന്റിന് വേണ്ടി. അപ്പൊ എന്തൊക്കെയായിരിക്കും അവർ അഗ്രികൾച്ചറിന്, അതായത് കൃഷിയായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയായിരിക്കാം അവർ കൂടുതലായിട്ട് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. അഗ്രികൾച്ചർ ഈസ് ദർ മെയിൻ ഒക്യുപ്പേഷൻ. അതായത് കനാലുകൾ, വലിയ വലിയ തോടുകൾ, അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്തു? അവർ കൂടുതലായിട്ട് അവർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റിനാണ് കൂടുതലായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട വാട്ടർ റിസർവേഴ്സിന്റെ പേരാണ് ഏരിപ്പട്ടി എന്ന് പറയുന്നത്. അവിടെ കൂടുതലായിട്ടും അതായത് കൃഷിക്ക് അനുയോജ്യമാകാത്ത മണ്ണായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. അതൊക്കെ അവരെന്ത് ചെയ്തു? വെട്ടിത്തെളിച്ച് അവരെന്ത് ചെയ്തു? കൃഷിക്കായിട്ട് കൂടുതലായിട്ട് അവർ ഡെവലപ്മെന്റിന് കാര്യങ്ങൾ ചെയ്തു. എന്തൊക്കെയായിരിക്കും അവർ കൂടുതലായിട്ടും ഡെവലപ്മെന്റ്, അതായത് ഈ ഒരു ചോള പീരീഡിൽ ട്രേഡ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തിരുന്നത്. അത് ഇന്റേണൽ, അതായത് അവർ കൂടുതലായിട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ ചെയ്തിരുന്നു. ഇന്റേണൽ ആൻഡ് ട്രേഡ് ഫോറസ്റ്റ് ഉൽപ്പന്നങ്ങളായിരുന്നു കൂടുതലായിട്ട് ഇന്റേണൽ ആയിട്ടായിരുന്നു അവർ കൂടുതലായിട്ട് ചെയ്തത്. ടെക്സ്റ്റൈൽസ്, കൂടുതൽ തുണിത്തരങ്ങൾ, ഷുഗർക്കേന്, അതുപോലെ മെറ്റൽ വർക്കുകളൊക്കെ ആയിരുന്നു അവർ കൂടുതലായിട്ട് ട്രേഡ് നടത്തിയത്. ട്രേഡ് ആട്ടോ പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ കുറേ ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതങ്ങ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതായത് കൂടുതലായിട്ടും ടെക്സ്റ്റൈൽസ് അത് കാര്യങ്ങളൊക്കെ ആയിരുന്നു ട്രേഡ് നടത്തിയത്. ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് എക്സ്പോർട്ട് ചെയ്ത് എവിടേക്ക്? നോർത്ത് ഇന്ത്യൻ ആണ് അതർ പാർട്ടിലേക്ക്. പിന്നെ മെറ്റൽ വർക്കുകൾ, ഓർണമെന്റ്സ്, സിൽവറിലുള്ളതും അതുപോലെ തന്നെ ഗോൾഡിലുള്ള അവർ എന്ത് ചെയ്തു? ക്രാഫ്റ്റ് ചെയ്തിരുന്നു. അയൺ ടൂൾസുകൾ മാനുഫാക്ചറിങ് ഡെവലപ്പ് ചെയ്തിരുന്നു. പേൾസുകൾ, കോറലുകൾ എന്ത് ചെയ്തു? അവർ കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്തു എവിടേക്ക്? ഫോറിൻ കൺട്രീസ്. ഇവരുടെ കോസ്റ്റ് ട്രേഡ് സെന്റേഴ്സ് എന്ന് പറയുന്നത് നാഗപട്ടണം, മഹാബലിപുരം, ചാലിയാർ, കോർക്കൽ, കാവേരി പട്ടണമാണ് എന്തെന്ന് പറയുന്നത് അവരെ കോസ്റ്റ് ട്രേഡ് സെന്റേഴ്സ് എന്ന് വെച്ചത്. ഈ ഗിൽഡുകളെ കുറിച്ച് നമ്മൾ ചാപ്റ്റർ 3ാമത്തേൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഗിൽഡുകൾ ആരായിരുന്നു? മെർച്ചന്റ് ഗ്രൂപ്പുകളാണ്. ഇവിടെ എന്താണ് പറയുന്നത്? റിച്ച് മെർച്ചന്റ് ഗ്രൂപ്പുകളെയാണെന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ചോളാസിലെ കിങ്ങുകളെ കുറിച്ച് പറയുന്നത്. ഈ ചോള കിങ്ഡത്തിലെ, അതായത് ഈ നമ്മളെ ചോള കിങ്ഡത്തിലെ മെയിൻ ആയിട്ടുള്ള ഒരു 2 ടെമ്പിൾസ് ആണ് എന്തെന്ന് പറയുന്നത്? ബൃഹദീശ്വര ടെമ്പിളും തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലെ ബൃഹദീശ്വര ടെമ്പിളും. അത് പണി കഴിപ്പിച്ച ആളുടെ പേരാണ് രാജരാജ ചോളൻ. അതായത് 985 1014 കാലഘട്ടത്തിൽ. പിന്നെ ഗംഗൈകൊണ്ട ചോളാപുരം, രാജേന്ദ്ര ചോളൻ. ഇത് വൺ വേർഡിനൊക്കെ നിങ്ങളോട് ചോദിക്കും, അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇനി അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? അവിടെ നമ്മുടെ എന്തൊക്കെ സോഴ്സസ് ആയിരിക്കും ഈ ടെമ്പിൾസ്? ബൃഹദേശ്വര, ഗംഗൈകൊണ്ട ചോളാപുരം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തൊക്കെ സോഴ്സസ് ആയിരിക്കും ഇവർക്ക് ഇൻകം? അതായത് ഈ ക്ഷേത്രങ്ങളൊക്കെ പണിയണം, അപ്പൊ അതിന് അവർക്ക് പ്രധാനമായിട്ട് വരുമാനം വേണ്ടേ? ആ മാർഗങ്ങൾ എന്തൊക്കെയായിരുന്നു? ലാൻഡ് ഗിഫ്റ്റ്, അതായത് നമ്മൾ ലാൻഡ് ഗ്രാൻഡ്സ് ആയിട്ട് കൊടുത്തിരുന്നു. പിന്നെ എന്താണ്? ഗ്രാമസഭാസ് കൂടുമ്പോൾ, അതായത് അതിന് എന്ത് ചെയ്യുന്നു? ഇൻകം, അതായത് പൈസ ഒക്കെ പിരിച്ചിട്ട് അവരെന്ത് ചെയ്തു? ടെമ്പിൾസ് പണിയാൻ വേണ്ടി. പിന്നെ അതുപോലെ തന്നെ പിന്നെ വേറെ വലിയ ആൾക്കാർ സന്യാസിമാർക്ക് എന്ത് ചെയ്യുന്നു? അവർക്ക് വരെ കോൺട്രിബ്യൂഷൻ ചെയ്യും. ഇത്രയും എമൗണ്ട് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നു. പിന്നെ എന്താണ്? എക്കണോമിക് വില്ലേജുകൾ തമ്മിലുള്ള എക്കണോമിക് ട്രാൻസാക്ഷനിലൂടെയൊക്കെ എന്ത് ചെയ്തു? അവർക്ക് കൂടുതലായിട്ടും ഇൻകം കിട്ടുന്ന സോഴ്സ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയായിരുന്നു അഡ്മിനിസ്ട്രേഷൻ? ചോള കിങ്ഡത്തിലെ അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, സ്ട്രോങ് ആർമി ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് നേവി ഉണ്ടായിരുന്നു. അതിനെ പേരാണ് മാർക്കോ പോളോ എന്ന് പറയുന്നത്. പിന്നെ മണ്ഡലം ആൻഡ് അതുപോലെ തന്നെ അതായത് അവരെ കുറേ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ഉണ്ടായിരുന്നു. അതായത് പിന്നെ ആർമി മൂവ്മെന്റിൽ, അതായത് റൂളേഴ്സ് എന്ത് ചെയ്തു? കൂടുതലായിട്ട് ആർമി മൂവ്മെന്റ് ചെയ്തു.
രണ്ടു തരത്തിലുള്ള, അതായത് ടാക്സുകളെ പറയുന്നത് എവിടെ നിന്നൊക്കെയാണ് ടാക്സ് കളക്ട് ചെയ്തിരുന്നവര്? ലാൻഡിൽ നിന്നും ഫോറസ്റ്റിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ ജോലി ആൾക്കാരിൽ നിന്നുമാണ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. ഇവിടെ ഒരു മെയിൻ ആയിട്ടൊരു പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, അൺപെയ്ഡ് സർവീസ് ചെയ്യുന്നത്. അതായത് ടാക്സ് കൊടുക്കാൻ പറ്റാത്തവരുണ്ടാവും ചിലപ്പോൾ, ഒട്ടും നിവൃത്തിയില്ലാതെ, അതായത് വീട്ടിലൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ, കൃഷിയൊന്നും ഇല്ലാത്ത അവസ്ഥയിലുള്ളവർ എന്താണ് പറയുന്നത്, വെട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അൺപെയ്ഡ് സർവീസസ് കോൾഡ് വെട്ടി വാസ് കൺസിഡർഡ് ഈക്വൽ ടു ടാക്സ്. അതായത് ഇപ്പോൾ ഒരു കിങ്ങിൻ്റെ, ചോള കിങ്ങിൻ്റെ വീട്ടിൽ ഇപ്പോൾ ഒരു അടിമപ്പണി പോലെ, അതായത് വീട്ടു ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ് എന്താ പറയുന്നത്, വെട്ടി എന്ന പേരിൽ അൺപെയ്ഡ് സർവീസ് ചെയ്യുന്നവരെയാണ് അത് പറയുന്നത്. ഇനി എങ്ങനെയാണ് വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ? വില്ലേജ് ആൻഡ് സെൽഫ് ഗവൺമെന്റ് എക്സിസ്റ്റന്റ്, അതായത് രണ്ട് തരത്തിലുണ്ടായിരുന്നുണ്ട് എന്ന് പറയാം. വില്ലേജ് ഉർ എന്നും പറയുന്ന പേരിലും സഭ എന്ന പേരിൽ. ഉർ എന്ന് പറയുന്നത് എന്താണ്? അസംബ്ലി ഓഫ് ദി പീപ്പിൾ, അതായത് എന്താണ്, എല്ലാ ജനങ്ങളും ഉള്ളതായിരുന്നു. സഭയിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ബ്രാഹ്മിൻസ്, എൽഡേഴ്സ് ഇൻ ബ്രാഹ്മിൻസ് ആയിരുന്നു കൂടുതലായിട്ടും സഭയിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഇത് ഉത്തരമനയൂർ ശാസനാസ് എന്നാണ് ഇങ്ങനെയുള്ള ഒരു എവിഡൻസ് ഒക്കെ കിട്ടിയിരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ഭാഗമാണെന്ന് പറയുന്നത് ചാലുക്യന്മാരായിരുന്നു. അവർ കൂടുതലായിട്ടും കല്ലൊക്കെ വെട്ടിയിട്ടാണ് ടെമ്പിൾസ് ഒക്കെ പണിഞ്ഞിരുന്നത്. അവിടെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഏത് ചിത്രം കൊടുത്തേക്കുന്നത്? അതായത് കല്ലുകൊണ്ടൊക്കെ പണിഞ്ഞിരിക്കുന്ന ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ആർക്കിടെക്ചർ സ്റ്റൈൽ, ദ്രാവിഡിയൻ ആർക്കിടെക്ചർ സ്റ്റൈലായിരുന്നു ഉണ്ടാക്കുന്നത്. അതായത് വെസ്റ്റേൺ ഗട്ട്സിൽ കൂടുതലും അതായത് മൗണ്ടൈൻസ് ആണ് കൂടുതൽ. അവിടെ നിന്നാണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു ഭാഗങ്ങളിലായിരുന്നു കൂടുതലായിട്ട് അവരെന്ത് ചെയ്തു, ടെമ്പിൾസ് ഒക്കെ പണിയെടുപ്പിച്ചിരുന്നത്. പിന്നെ എന്താ അടുത്തൊരു വലിയൊരു പോർഷനാണ് 3 പാർട്ടീസ്. മൂന്ന് ആൾക്കാരുണ്ട്. 3 എന്ന് പറയുമ്പോൾ 3 ആരാണ്? പാലാസ്, പ്രതിഹാരാസ്, രാഷ്ട്രകുദാസ്. ആരായിരിക്കും പാലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണേ. 8 തൊട്ട് 9 സെഞ്ചുറി കാലഘട്ടത്തിൽ, അതായത് ഈസ്റ്റേൺ ഇന്ത്യയിലെ ബംഗാളിൽ, അതായത് ആ ഒരു ബുദ്ധവിഹാരാസ് എന്ന് പറയുന്നത്, അതായത് ബുദ്ധന്മാരെ, അതായത് ബുദ്ധമതവും ജൈനമതവും ഒക്കെ ആരാധിച്ചിരുന്നവരാണ് പാലാസ് എന്ന് പറയുന്നത്. നളന്ദ യൂണിവേഴ്സിറ്റി റീബിൽഡ് ചെയ്ത ആരാണ് നളന്ദ യൂണിവേഴ്സിറ്റി? അതായത് ഈ ഒരു പാലാസ് ആണ് അതിൽ പറയുന്നുണ്ട്. ഫൗണ്ടർ ഇൻ വിക്രമശില യൂണിവേഴ്സിറ്റി. പിന്നെ അതുപോലെ തന്നെ ശൈലേന്ദ്ര കിങ്സ് ആണ്, അതായത് ഡിപ്ലോമാറ്റ്സ് ആണ്. പ്രധാനപ്പെട്ട ഒരു ശൈലേന്ദ്ര കിങ് ആണെന്ന് പറയുന്നത് നമ്മുടെ ഈ നളന്ദ യൂണിവേഴ്സിറ്റിന്റെ കാര്യം പാലാസിലാണ്. രണ്ടാമത്താണ് പ്രതിഹാരാസ്, റൂളേഴ്സ് ഓഫ് ദി, അതായത് 8 തൊട്ട് 10 നൂറ്റാണ്ട് വരെയാണ് ഈ ഒരു കാലഘട്ടം. അവരുടെ ബോജ എന്ന് പറയുന്ന ഒരു പ്രോമിനന്റ് റൂളർ ആയിരുന്നു അതായത് പ്രതിഹാരാസിലുണ്ടായിരുന്നത്. ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ആയിരുന്നു അവർ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്തിരുന്നത്. പിന്നെ അവർ ടെമ്പിൾസും ബിൽഡിങ്സ് ഒക്കെ എന്ത് ചെയ്തു, ഉണ്ടാക്കി. പിന്നെ അതുപോലെ തന്നെ അവർ ആരോടുമായിരുന്നു കൂടുതലായിട്ട് അവർ എന്താ പറയുക, അവരുടെ ഒരു ട്രാവലർ, അതായത് ട്രേഡ് നടത്തിയിരുന്ന അറേബ്യൻ വേൾഡുമായിട്ടും വെസ്റ്റ് ഏഷ്യയുമായിട്ടുമായിരുന്നു അവർ കൂടുതലായിട്ട് അവരുടെ ട്രേഡ് നടത്തി. മൂന്നാമത്താണ് രാഷ്ട്രകുദാസ്, ഡെക്കാനിൽ, അതായത് സൗത്ത് ഇന്ത്യയിലും ഡെക്കാനും കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന, അതായത് 8 തൊട്ട് 10 വരെ സെഞ്ചുറി കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന ആരായിരുന്നു? രാഷ്ട്രകുദാസ്. ഗോവിന്ദൻ മൂന്നാമൻ ആൻഡ് അമോദവർഷൻ പ്രോമിനന്റ് റൂളേഴ്സ് ആണ് പറയുന്നത്. ഇതും എന്താണ്, ഫോറിൻ ട്രേഡിനും അതുപോലെ തന്നെ റോക്കറ്റ് ടെമ്പിൾസ്, എല്ലോറയിലെ റോക്കറ്റ് ടെമ്പിൾസിനെ കുറിച്ച് പറയുന്നുണ്ട്, അത് നോട്ട് ചെയ്തേക്കണേ. പിന്നെ ഇനി അടുത്തൊരു കാരണമാണ് ഡൽഹി സുൽത്താനേറ്റ്. ആരാ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന ആൾക്കാർ? ആരൊക്കെയാണ്? അതായത് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറഞ്ഞാൽ മംലൂക്ക്, ഗൾജി, തുഗ്ലക്ക്, സൈദ്, ലോധി എന്ന് പറയുന്ന 5 രാജവംശം. ഓർമ്മയുണ്ടോ? ഇതില് ഇവരും പ്രധാനമായിട്ടും അതായത് സുൽത്താൻ ഇൻഫ്ലുവൻസ് എന്തിനു വേണ്ടി? അഗ്രികൾച്ചർ പ്രോഗ്രസിന് വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് അവിടെ പറഞ്ഞത്? അതായത് നല്ലോണം എന്ത് ചെയ്യണം, നല്ലൊരു സോയിലായിരുന്നു, നല്ല മണ്ണുണ്ടായിരുന്നു, അവിടെ നല്ലോണം കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് കാരണം എന്ത് ചെയ്തു, ഡൽഹി സുൽത്താനേറ്റ് എവിടേക്ക് വന്നു? ഡൽഹി ആസ്ഥാനമാക്കി ഭരണത്തിൽ വന്നു. നമ്മൾ ചെങ്കിസ് ഖാന്റെ ആക്രമണമൊക്കെ തടയാൻ വേണ്ടിയിട്ട്, അതായത് കുറെ കാര്യം മാർക്കറ്റ് കൺട്രോളൊക്കെ നടത്തിയിരുന്നു. അപ്പൊ അതിന്റെ ഭാഗം കൾട്ടിവേഷൻ എന്ന് പറയുന്നതായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണ് അവർ കൾട്ടിവേഷൻ ചെയ്തത്? ഷുഗർ ക്യാൻ, വീറ്റ്, കോട്ടൺ, ഓയിൽ സീഡ്സ്, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ് ആണ് കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്തത്. റാഹിത്ത് എന്ന് പറയുന്നതായിരുന്നു അവർ മെയിൻ ആയിട്ടുള്ള ഒരു ഇറിഗേഷൻ സിസ്റ്റം. റാഹിത്ത് അത് നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. റാഹിത്ത് എന്ന് പറയുന്നതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാലം ചോളാസ്, ചാലുക്യാസ്, 3 പാർട്ടീസ്, ഡൽഹി സുൽത്താനേറ്റ്, ഇത്രയും കാര്യമാണ് നമ്മുടെ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സായിട്ട് അടുത്ത് വെക്കുന്നത്.